ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്നത് ഒരു ടിപ്പിക്കൽ ഒരു എന്താ പറയുക മാസ് മസാല ആക്ഷൻ അങ്ങനത്തെ രീതിയിൽ വരുന്ന ഒരു സിനിമയല്ല. ഒരു വ്യത്യസ്ത രീതിയിൽ പല പല സെഗ്മെൻ്റായിട്ടാണ് ഇതിൻ്റെ സിനിമയുടെ കഥ പോകുന്നത്. അത് കോർത്തിണക്കിക്കൊണ്ട് തന്നെ പോകുന്നുണ്ട്. സിനിമ തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. കുറച്ച് സത്യം പറഞ്ഞാൽ വിഷ്വലി കുറെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒക്കെ ഉള്ള ഒരു കുറച്ച് സീനുകൾ തുടക്കത്തിലുണ്ട്. പക്ഷേ അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യയിൽ അങ്ങനെ പല സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഓക്കെ, അത് എന്തുകൊണ്ട് ആ ഒരു ഇമോഷൻ നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ ക്ലൈമാക്സിന് എടുക്കുമ്പോഴത്തേക്കും നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ കേരള പൊളിറ്റിക്സിനെ കുറിച്ചിട്ട് പലരും ചോദിച്ച ഒരു കാര്യമാണ് ഇൻ്റർവ്യൂസിന് അവരോട്. അപ്പോൾ അവർ പറയുന്നുണ്ട്, അല്ല ഇത് നമ്മൾ ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഒരു പാർട്ടിയെ ഒരു വിട്ടിട്ടില്ല, 3 പാർട്ടികളെ ഒരു കണക്കറ്റ് ട്രോളിങ് അങ്ങനെയല്ല. ഇന്ന് എന്താണ് ശരിക്കും കേരളത്തിൽ നടക്കുന്നത്, ഒരുപക്ഷെ നാളെ എന്തായിരിക്കും നടക്കാൻ ചാൻസ് ഉള്ളത്, അതുകൂടെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഇപ്പം ഫാമിലി പൊളിറ്റിക്സ് ആണെങ്കിൽ കൂടെ തന്നെ വർഗീയപരമായിട്ടുള്ള പരാമർശങ്ങൾ വരുന്നതാണെങ്കിൽ തന്നെ, അതുപോലെ തന്നെ ഒരു മതവും രാഷ്ട്രീയവും തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ എന്ത് പറ്റും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു പോകുന്നുണ്ട്. അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. പിന്നെ ഇന്റർവ്യൂവിൽ തന്നെ ലാലേട്ടൻ തന്നെ പറഞ്ഞൊരു കാര്യമാണ് ഖുറൈഷി അബ്രഹാം ആരായിരിക്കും, അതിനെക്കുറിച്ചുള്ള ഒരു ഉണ്ടാവും ഈ സിനിമയ്ക്കകത്ത്. അപ്പം അത് കാണിക്കുന്നുണ്ട്. അപ്പം ഈ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കും കുറേ കാര്യങ്ങൾ നമ്മൾ ഹിന്ദി ഡയലോഗ്സ് മാത്രം വരുന്ന ഒരു ഹിന്ദി സിനിമ കാണുന്ന ഒരു പ്രതീതിയായിരിക്കും. അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അബ്രോഡിലെ കുറച്ച് കാര്യങ്ങളാണ് കാണിക്കുന്നത്, വേറെ രാജ്യങ്ങളിലെ കാര്യങ്ങൾ. അപ്പം പെട്ടെന്ന് നമുക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഇതൊരു വേറൊരു തലത്തിലേക്ക് സിനിമ പോകും. അത് കഴിഞ്ഞ് വീണ്ടും കേരളത്തിലേക്ക് വരും. അപ്പോൾ നമ്മൾ ഈ ഒരു കണക്ഷൻ ത്രൂ ഔട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നെ ഇതൊരു വ്യത്യസ്തപരമായിട്ടുള്ള ഒരു സിനിമയാണ്. ലാർജർ ക്യാൻവാസിൽ ഒരു വൈഡർ ഓഡിയൻസിന് വേണ്ടി എടുത്ത ഒരു സിനിമയാണ്. അത് നമ്മൾ മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്തിട്ട് സിനിമ കണ്ടു കഴിഞ്ഞാൽ സിനിമ ഇഷ്ടപ്പെടും.